ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, അത്ര അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി. എന്താ നമ്മൾ ഉണക്കക്കൊഞ്ചിൻ്റെ ചമ്മന്തി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഈ ഉണക്കക്കൊഞ്ച്. എത്ര പേർക്ക് ഇഷ്ടമാണ് ഉണക്കക്കൊഞ്ച്? എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് സാധനം കേട്ടോ. അപ്പം ഞാനിത് വെറുങ്ങനെ ഫ്രൈ ചെയ്തും വെറുങ്ങനെ എടുത്ത് കഴിക്കലുണ്ട് കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഉണക്കക്കൊഞ്ച് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം അതിലേക്ക് നമ്മളെ ഉണക്കക്കൊഞ്ച് നല്ലോണം വാഷ് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഫ്രൈ ആവേണ്ട, ഒരു മീഡിയം ടൈപ്പിൽ ഒന്ന് ഫ്രൈ ചെയ്യാൻ മൊരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും, കുറച്ച് ഉള്ളി, നമ്മളെ ചെറിയ ഉള്ളിയിൽ ഒരു 4-5 അല്ലി ചെറിയ ഉള്ളിയും, പിന്നെ കുറച്ച് പുളി നമ്മൾ ഉണക്കക്കൊഞ്ചും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി അത്യാവശ്യം നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അങ്ങോട്ട് ഉരുട്ടി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ച് അത് മാത്രം മതി ചോറ് കഴിക്കാൻ. അത്രയും അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വേറെ ഒരു കറി ആവശ്യം, നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം.